ആത്മീയരായ ചില ദൈവദാസന്മാരിൽ നിന്നും നമ്മൾ ഓരോ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വീട്ടിലുള്ളതായ ബാധകൾ, അവരുടേതാകുന്ന രോഗങ്ങൾ, അവരുടേതാകുന്ന പ്രശ്നങ്ങൾ നമ്മുടേതാകുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് പലരും പറഞ്ഞറിയുന്നുണ്ട്. അതിൽ വചന തെളിവുകളോ അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് അതിന് എന്തെങ്കിലും മറുപടിയായിട്ടോ പറയാൻ കഴിയുമോ? നാം യുദ്ധത്തിന് പോകുകയാണ്. രണ്ട് കാര്യം പറയാം. യുദ്ധത്തിന് പോകുമ്പോൾ മുറിവേൽക്കുക എന്നുള്ളതുണ്ട്. നാം സാത്താനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുറിവേൽക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ ആ മുറിവുകൾ നമ്മളെ ആ ബാധ ബാധിക്കുകയല്ല ചെയ്യുന്നത്, മുറിവുകളേൽക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കർത്താവേ, ഈ മുറിവുകളെ സഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് കർത്താവിന് നമ്മൾ യുദ്ധത്തിനാണ്. ഇത് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് യുദ്ധമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ബാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ബാധ നമ്മുടെ നേരെ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ളതായ ദുഷ്ടശക്തിയല്ല. എന്നാൽ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും മുറിവുകൾ ഏൽക്കും, മുറിവുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ എത്രമാത്രം പ്രയാസങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഏതെങ്കിലും വീട്ടിൽ പോയി ബാധയെ അഴിക്കാൻ പോകുമ്പോൾ ബാധ നമ്മെ ബാധിക്കുന്നു. ആ ബാധ ഒരു കാലത്ത് നമ്മളെ ബാധിക്കയില്ല. സകല പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ എത്രയോ കൂടോത്രക്കാരുടെ കൃപയാൽ എത്രയോ കൂടോത്രക്കാർ അവരുടെ സകല സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല, പലര് വലിയ വലിയ കൂടോത്രക്കാർ, വലിയ വലിയ കേൾവി കേട്ട കൂടോത്രക്കാർ വന്ന് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കൃപയാൽ അതൊന്നും ബാധിച്ചിട്ടില്ല. കൂടോത്രക്കാരുടെ കൂടോത്രങ്ങൾ മുഴുവനും കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തിട്ടും ഒന്നും നടന്നിട്ടില്ല. കാരണം നാം അതിനേക്കാൾ ഇരുട്ടും നാം വെളിച്ചവുമാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മളിങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് മുറിവുകൾ വരും. ആ മുറിവുകൾ പരിശുദ്ധാത്മാവിൽ കൂടെ മനസ്സിലാക്കണം എന്തിനാണ് ആ മുറിവ് വന്നത്. അപ്പോൾ കർത്താവ് അങ്ങനെ അനുവദിക്കുന്ന എന്തിന്? ഇത്രയും മുറിവുണ്ടായിട്ടും ഇവൻ എൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്നുവല്ലോ, വില കൊടുക്കുന്നുവല്ലോ. അവ രണ്ട് കാര്യം മനസ്സിലാക്കണം. ബാധ നമ്മളെ ബാധിക്കുകയില്ല, ഒരു ശക്തി നമ്മുടെ അടുത്ത് വരികയില്ല, ഒരു ആഭിചാര ശക്തിയും അടുത്ത് വരികയില്ല. എന്നെ എത്ര പേര് എത്ര മന്ത്രവാദം എനിക്കെതിരായി ചെയ്തിട്ടുണ്ട്, എത്ര മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എത്ര പ്രാവശ്യം എനിക്ക് പാലിനകത്തും അതുപോലെ ഈ വടക്കേണ്ടിയിൽ ഖീർ എന്ന് പറയും, അതിനകത്ത് എത്ര പ്രാവശ്യം അവര് വിഷം ചേർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല, അനേക പ്രാവശ്യം. എന്നിട്ട് അവർ പറയും വിഷം കൊടുത്താലും ഇവൻ ചാകുകയില്ല. എത്ര പ്രാവശ്യം? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല. എനിക്ക് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നാണ് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാം സുരക്ഷിതരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര ശത്രുവിന്റെ ബാധയുള്ള വീട്ടിൽ പോയാലും നമ്മളെ കാണുമ്പോഴേ അവിടുത്തെ ശക്തികളെല്ലാം ഓട്ടം വന്നു. എന്നാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മുറിവുകളുണ്ടാവും. ഇത് രണ്ടും മനസ്സിലാക്കണം. ആ മുറിവുകളുണ്ടാകുന്ന ബാധ കൊണ്ടല്ല, ആ ബാധയുടെ ശക്തി കൊണ്ടല്ല. ആ ശക്തിക്ക് നമ്മുടെ നേരെ നിൽക്കുവാൻ എത്ര വലിയ ദൈവങ്ങളാണെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ അതിന് കഴിയുകയില്ല. എത്ര വലിയ ദൈവങ്ങളാണെങ്കിലും നമ്മൾക്ക് ആ ശക്തികളെ ഓടിക്കുവാൻ കഴിയും. ഞാനതിന് ഒരു ഉദാഹരണം പറയും. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പഞ്ചാബിൽ ജീര എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുവാനായിപ്പോയി. അവിടെ സഭകളൊന്നുമില്ല. അപ്പം ഞാൻ തന്നെയുള്ള എൻ്റെ ഒരു ടാമറിനൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പരസ്യമായി നിന്ന് പ്രസംഗിക്കുക, പരസ്യയോഗം നടത്തുക, അങ്ങനെയാണ് സഭകൾ ആരംഭിക്കുന്നത്. അവിടെ ജീര എന്ന് പറയുന്നത് ഒരു സഭ പോലുമില്ല. അവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഞാൻ നോക്കിയപ്പോൾ ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിനൊക്കെ പണമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ശിവന്റെ അമ്പലമുണ്ട്. നല്ലൊരു അമ്പലമാണ്. കണ്ടാൽ അവിടെ അതിന് മുമ്പിൽ ഒരു കുളമൊക്കെ ഉണ്ട്, ശിവലിംഗമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത് ചെന്ന് അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു, ഞാൻ വൈകിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണ്, ഞാൻ ഇവിടെ കിടന്നോട്ടെ പറഞ്ഞു. കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ശിവക്ഷേത്രത്തിൽ 5 ദിവസം താമസിച്ചു അവിടെ തന്നെ. അപ്പം അവിടെ വലിയൊരു ശിവലിംഗമുണ്ട്, ആ കുളമുണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് കുളിക്കാൻ പോകും. ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ കുളിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം റൊട്ടിയൊക്കെ ഉണ്ടാക്കും. ഞാൻ സ്തോത്രം പറഞ്ഞ് അദ്ദേഹം തരുന്ന റൊട്ടിയൊക്കെ കഴിക്കും. രാത്രി കിടക്കുമ്പോൾ ആ ശിവലിംഗത്തെ പുള്ളിക്കാൻ അപ്പുറത്ത് ഞാൻ ശിവലിംഗത്തെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഞാൻ പറയും, നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. ഇവിടെ കർത്താവിന്റെ സഭ സ്ഥാപിക്കപ്പെടണം. 5 ദിവസം അവിടെ താമസിച്ചു. ഒരു കർത്താവ് പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഇന്ന് അവിടെ 2 സഭയുണ്ട്. ഞാൻ അന്ന് കിടന്ന ആ ശിവക്ഷേത്രം ഇന്നും അവിടെ ഉണ്ട്. ഞാൻ പോയതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് പൂജാരി അവിടെ നിന്ന് ഓടിപ്പോയി.
അതിപ്പിന്നാരും ആ ക്ഷേത്രം റിപ്പയർ പോലും ചെയ്തിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയുണ്ട്. അതിന്റെ മതിലൊക്കെ ഇടിഞ്ഞു വീണു, ആ കുളം കുറച്ച് നികന്നു, അവിടെ വലിയൊരു ആലുമരം നിപ്പുണ്ട്, അതിപ്പോഴും കമ്പൊക്കെ ഒടിഞ്ഞു വീണു. എന്താണ്? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ശക്തി ഇനി വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അപ്പൊ ഈ ശക്തി ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളെ കാണുമ്പോഴേ അവർ ഓടും, നമ്മളെ കാണുമ്പോഴേ അവർ ഓട്ടം ഓടും. എന്നാൽ നമുക്ക് മുറിവുണ്ടാകും. അത് ദുഷ്ടാത്മസേനയോട് നമ്മൾ മല്ലയുദ്ധം ചെയ്യുമ്പോൾ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്ന 12 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുന്ന ആ ദുഷ്ടാത്മസേനയുടെ അധികാരികളോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, ആത്മാവിൽ പോരാടുമ്പോൾ നമുക്ക് മുറിവുകൾ ഉണ്ടാകും. എന്നാൽ ബാധയോ ഇതൊന്നും നമ്മളെ അല്പം പോലും ബാധിക്കുകയില്ല, തൊടുക പോലുമില്ല. നമ്മളെ കാണുമ്പോഴേ അവകളെല്ലാം ഓടിപ്പോകും. നമ്മളെ നേരിടാൻ അവർക്ക് ഒരു ബലവുമില്ല. എത്ര വലിയ ശക്തികളാണെങ്കിലും, 10,000-കണക്കിനുള്ള ശക്തികൾ വന്നാലും നമ്മളെ കാണുമ്പോഴേ അവർ ഓട്ടം തുടങ്ങും. നമ്മൾ മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും, ഒരു ബാധയ്ക്കും, ഒരു മന്ത്രവാദിക്കും, ഒരുത്തർക്കും കഴിയില്ല. ഒരു ദൈവവൈദ്യന്റെ അടുക്കൽ പറഞ്ഞാൽ ഒരു കാരണം, യേശുവിന്റെ രക്തം അവന്റെ തലമേലുള്ളതിനാൽ ഒന്നും ബാധിക്കാൻ കഴിയില്ല. ആ ദൈവകൃപയിൽ നിന്നാൽ മതി.